ഹലോ, അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കൂട്ടുകാരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതായത് ഇന്ന് രാവിലത്തെയും വൈകിട്ടത്തെയും ആയത് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് കഞ്ഞി അടുപ്പത്തിട്ടു, അത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടിയപ്പത്തിന് ഉണ്ടാക്കാം, കാപ്പിക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പത്തിന് വെള്ളം ഉണ്ടാക്കാനുള്ള വെള്ളം അടുപ്പി വെച്ചു. അങ്ങനെ കിറ്റിൽ വെച്ച വെള്ളമൊക്കെ തിളപ്പിച്ച് മാവെടുത്തു. മാവിൻ്റെ അകത്തേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും എണ്ണയും കൂടി ഒഴിച്ച് പിന്നെ അത് കുഴച്ചൊക്കെ എടുത്ത് ഇടിയപ്പം നമ്മൾ പീച്ച് അടുപ്പത്ത് വെച്ച കേട്ടോ. അതിന് ശേഷം മീനെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് മീൻ കറി വെക്കാനാണ്. അതായത് ഇന്നലെ നമ്മൾ മേടിച്ച മീൻ ഇന്നലെ വറുത്തില്ലായിരുന്നു, അതിൻ്റെ ബാക്കി മീൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മീനെടുത്ത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടു. ഇനിയിപ്പം നമുക്കിതൊന്ന് വെട്ടിക്കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പം എന്താ പൈനാപ്പിൾ രാവിലെ തന്നെ ഇന്ന് പൈനാപ്പിൾ കിട്ടി കേട്ടോ. അപ്പം എന്താ പൈനാപ്പിളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെറുക്കായാണ് ചുമന്നുകൊണ്ട് വന്നത് കേട്ടോ. മോളിൽ നിന്ന് വഴിയിൽ നിന്ന് ചുമന്നുകൊണ്ട് എനിക്ക് വീട്ടിൽ കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഡെസ്കിൻ്റെ അടിയിൽ ഇതെല്ലാം പറക്കി അടുക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം മീനെല്ലാം വെട്ടി എടുത്തു. മീൻ അല്പം ഒന്ന് അഴുകി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ അതിൽ നിന്ന് 4 എണ്ണം വറുക്കാൻ മാറ്റി വെച്ചു. കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം വറുക്കുന്ന ഇവിടെ കേട്ടോ മക്കൾക്ക്. അതുകൊണ്ടാണ് കറി കുറച്ചും എപ്പോഴും വറക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഒരല്പം അലുത്ത തുടങ്ങിയ മീനാണ്. അന്ന് 2 കടുകൊക്കെ അരയ്ക്കാമെന്നൊക്കെ ഓർത്തു കേട്ടോ. പിന്നെ ഇന്ന് തേങ്ങ അരച്ചാണ് നമ്മൾ ഇന്ന് മീൻ കറി വെക്കുന്നത്. അതിലേക്ക് അപ്പം മീൻ വെട്ടിയെടുത്തതിലേക്ക് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു 2-3 പച്ചമുളക് കീറിയിട്ടു. പിന്നെ ദേ ഇപ്പം ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും മതി. അപ്പം തേങ്ങ അരച്ച് കറി വെക്കുന്നതിൽ ഇതേപോലെ തന്നെ ചെറുതാക്കി അരച്ചിടുവാണെങ്കിൽ നമ്മൾ കറി കൂട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല, അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതിനാണ് നമ്മളിതാ ഇതുപോലെ അരിഞ്ഞിടുന്നത് കേട്ടോ. കനം കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കി വേണം നമ്മൾ അരിഞ്ഞിടാൻ കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞിടുവാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ അതാണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ ഞാൻ അതും കൂടെ അരിഞ്ഞിടുകയാണ്. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നില്ല, ഈ മീൻ കറി തന്നെയാണ് വെക്കുന്നുള്ളൂ കേട്ടോ. ഇടിയപ്പത്തിനും ചോറിനും എല്ലാം ഈ മീൻ കറി തന്നെയാണ് കേട്ടോ. മീൻ വറക്കാൻ എടുത്ത് വെച്ചേക്കുന്ന മീനെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇടിയപ്പമായി. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് ഇട്ട് വെച്ചു. എന്നിട്ട് അടുത്തത് കുറച്ച് മാവുകളുണ്ട്, അടുത്ത് പീച്ച് വെക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഇച്ചിരി അല്പം കൂടുതൽ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 4 മണിക്ക് മക്കൾ വീട്ടിലിരിക്കുകയാണ്. ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാമല്ലോ, അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ 4 മണിക്ക് ചായക്ക് കൊടുക്കാമെന്ന് ഓർത്ത് ഒരല്പം കൂടുതലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിനും ഇന്ന് മീൻകറി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇടിയപ്പത്തിന് കറിയൊന്നും ഇല്ലാതെ നിങ്ങൾ പഞ്ചസാര മാത്രം ഇട്ടൊന്ന് കഴിച്ചു കൊണ്ടോ കേട്ടോ. നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെ പഞ്ചസാര ലൈറ്റ് രീതിയിൽ ഒരു കട്ടൻ ചായയും അങ്ങനെ ഒന്ന് തിന്ന് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മക്കളെല്ലാം മീൻകറി കൂട്ടി കഴിച്ചു. ഞാൻ ഈ പറഞ്ഞതുപോലെ പഞ്ചസാര ചെറിയ കട്ടനോടൊക്കെ ഇട്ടാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് പീച്ച് വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ തിരുമ്മിയെടുത്തു. അതിലേക്ക് 2 കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. മീൻ ഇച്ചിരി അലുത്തത് കൊണ്ടാണ്. അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരല്പം മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ 1-2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയിലാണ് ഈ മീൻ കറി കൊഴുത്ത് കിട്ടുന്നത്, വേറെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ അതെല്ലാം കൂടെ ഒന്നിട്ടൊന്ന് അരച്ച് എടുക്കാൻ പോവാണ്. നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ച് എടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനും ഈ ഇഞ്ചിയും ഇതൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നും ചെയ്യുന്നത് പോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുലുക്കി ഒഴിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അരപ്പൊഴിച്ചാൽ ഈ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് അരപ്പ് പിടിച്ചിരിക്കും. അതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കുലുക്കി ചേർക്കുന്നത് കേട്ടോ. ഞാൻ 2 ടിപ്പ് വെള്ളം ഒഴിച്ച് കുലുക്കി ചേർത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ തേങ്ങ അരച്ച് തേങ്ങ കൊണ്ട് എളുപ്പം കൊഴുക്കുകയും ചെയ്യും, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് എളുപ്പം കൊഴുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് തേങ്ങ അരച്ചതുകൊണ്ട് ഇരിക്കുന്നതനുസരിച്ച് കുറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 2 ചെറിയ കഷ്ണം കുടംപുളിയും 1 വലിയ കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻകറി വാങ്ങാറാകുമ്പോഴത്തേക്ക് ഉപ്പില്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ അടുപ്പിൽ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ പീച്ച് വെച്ച് ഇടിയപ്പമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പം വാങ്ങി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ഇന്നിനിപ്പം ചായ ഇടാനുള്ള പാല് മേടിക്കാൻ പോകണം. പിന്നെ ചായ ഇടുന്ന പറഞ്ഞാൽ മെട്ടി ചായ വിൽക്കാൻ ചായ കൊണ്ടുപോകാനുള്ള ചായക്ക് കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെയും കടിഞ്ചായ തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ വിൽക്കാൻ പോകാൻ വേണ്ടി പാല് മേടിക്കാൻ പോകണം കടയിൽ. അപ്പോൾ ഇന്നലെ പാല് മേടിച്ചൊക്കെ പൈസ കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുക്കാൻ പോകണം. ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു കേട്ടോ. പിന്നെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് കച്ചവടത്തിനും പോകണം. ഇനി പൈനാപ്പിളൊക്കെ ചെത്തി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഇടിയപ്പം എടുത്തുകൊണ്ടിരുന്നപ്പം കാക്കയുടെ ഭയങ്കര ഒച്ച കേട്ടോ. മുറ്റത്ത് നിന്ന് നോക്കിയപ്പം കോഴിക്കൊണ്ട് അവിടെ ഒരു മുട്ട കിടപ്പുണ്ട്. അപ്പോൾ അത് കൊത്തി കുടിക്കാനുള്ള പരിപാടിയിലാണ് കാക്ക കേട്ടോ. മുട്ട ഭയങ്കരമായിട്ട് കട്ടെടുത്തുകൊണ്ട് പോകും കേട്ടോ കാക്ക. കോഴി ഇടാൻ കാത്തിരിക്കും കാക്ക കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടി. അങ്ങനെ അതാ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുവും കൂടെ താളിച്ചിടാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഞാൻ നോക്കി ഉപ്പൊക്കെ ഇല്ലാതെ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവയിട്ട് മൂപ്പിച്ച് 2 വത്തൽമുളകും കൂടെ ഇട്ടിട്ട് നമ്മൾ കടുവ് താളിച്ചൊന്ന് ഒഴിച്ചു കേട്ടോ. കറിവേപ്പില നുള്ളാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കറിവേപ്പില പോയി നുള്ളിയില്ല. അപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കിളുത്ത് വരുന്ന കറിവേപ്പിലയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ പോയി എടുത്തില്ല. അങ്ങനെ പിന്നെ അതേ നമ്മുടെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് രാവിലെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല. ഈ മീൻ കറി തന്നെ വെക്കുന്നുള്ളൂ കേട്ടോ. മീൻ വറക്കാൻ വെച്ചേക്കുന്നത് വൈകിട്ട് വറക്കാമെന്ന് ഓർത്ത് ഞാനെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു കേട്ടോ. അപ്പോൾ ഈ മീൻ കറി തന്നെ കൂട്ടിയാണ് മക്കളിന്ന് ചോറ് കഴിക്കുന്നതും ഇടിയപ്പം കഴിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദേ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അതുപോലെ മെട്ടിൽ ഇന്ന് ആളുണ്ടെങ്കിൽ മാത്രം പരിപ്പോടയും കൂടി ഇടാമെന്ന് ഓർത്തുകൊണ്ട് ഇന്നലെ പരിപ്പോട ഇട്ടുകൊണ്ട് പോയതെല്ലാം ചിലവായി കേട്ടോ. ചായയും ചിലവായിരുന്നു. ഇന്ന് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് കോരി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഇതാ നമ്മൾ കച്ചവടത്തിനുള്ള പൈനാപ്പിൾ ചെത്താൻ പോവാണ് കേട്ടോ. കുറച്ച് പൈനാപ്പിൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4-5 പൈനാപ്പിൾ വീട്ടിൽ നിന്ന് ചെത്തി ചെറിയ പീസായി മുറിച്ച് ബക്കറ്റിലിട്ട് അടച്ചുകൊണ്ട് പോകും. പിന്നീട് ബാക്കി അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ചെത്തി എടുക്കും കേട്ടോ. തീരുന്നതനുസരിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന തീരുന്നതനുസരിച്ച് നമ്മൾ ചെത്തി എടുക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെത്തി നല്ല വൃത്തിയാക്കി ഒന്ന് പൈനാപ്പിൾ എടുക്കട്ടെ. അപ്പോൾ ഇത് ചെത്തൽ ഇച്ചിരി പാടാണ് കേട്ടോ. ഇത് നല്ല വീതിയുള്ള നീളമുള്ള കത്തി വേണം. എൻ്റെ ഈ കുഞ്ഞു കത്തിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി കത്തിയൊക്കെ മേടിക്കണം. ഇതാ ഇതുപോലെ ചെറിയ പീസുകളാക്കി നമ്മൾ മുറിച്ചിടും. എന്നിട്ട് ഒരു കപ്പിൽ 8 അല്ലെങ്കിൽ 9 പീസ് ഒരു കപ്പിൽ ചായ ഒക്കെ എടുക്കുന്ന പ്ലാസ്റ്റിക് അല്ല പേപ്പർ ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസിൻ്റെ അകത്ത് വെച്ച് 8 അല്ലെങ്കിൽ 9 പീസ് വെച്ച് നമ്മൾ മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങയാണേലും ഇതേപോലെ തന്നെ ചെറിയ പീസാക്കിയാണ് കൊടുക്കുന്നത്. മാങ്ങയും പൈനാപ്പിളും എല്ലാം ഇതേപോലെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം ചെത്തി റെഡിയാക്കി കൊണ്ടുപോകേണ്ട പാത്രവും കാര്യങ്ങളും പിന്നെ നമ്മൾ ചെത്താത്ത പൈനാപ്പിളും കൊണ്ടുപോകും കേട്ടോ. അതെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ കാപ്പി കുടിയും എല്ലാം കുടിച്ചതിന് ശേഷം ഞാനും ചെറുക്കനൂടെ പോയി പാല് മേടിക്കാനൊക്കെ പോയി കേട്ടോ. പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. കച്ചവടത്തിന് പോയി. അപ്പോൾ ഇനി കച്ചവടത്തിന് പോയ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അതേ കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നു. വലിയ തിരക്കേടില്ലാത്ത കച്ചവടം കിട്ടിയായിരുന്നു കേട്ടോ. ഇന്നലെയും കിട്ടി, ഇന്നും കിട്ടി. അതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് ചെറുക്കായി മാമിയുടെ പറമ്പിൽ നിന്ന് കപ്പ പറിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ മീൻകറി ഉണ്ടല്ലോ, എന്നാൽ അത് വേവിച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് 1-2 ചെറിയ കപ്പ് നോക്കി എടുത്തു കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നതാണ്. എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ വീടും പറമ്പും ഇരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 1 ഏക്കർ പറമ്പാണ് കേട്ടോ. അതിൽ 4 സെൻറ്റ് സ്ഥലമാണ് എൻ്റേത്, ബാക്കി ഞങ്ങളുടെ മാമിയുടെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതേ കപ്പ എടുത്ത് നമ്മൾ കൊത്തിയൊക്കെ എടുത്ത് നിറച്ച് മണ്ണാണ്. നല്ല വൃത്തിക്ക് കഴുകി പറക്കി എടുക്കണം കേട്ടോ. പിന്നെ വേവിക്കുന്നതിന് ഇതിൻ്റെ അരപ്പ് എടുക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തില്ല. നമുക്കത് മറ്റൊരു വീഡിയോസിൽ ഉൾപ്പെടുത്തി കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ വേവിച്ചു, ചോറും എടുത്തു. മീൻ ഇന്ന് രാവിലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ, അത് ചെറുക്കായാണ് ഇന്ന് കേട്ടോ. മീനിൽ അരപ്പൊക്കെ പുരട്ടി വറുക്കാനെല്ലാം വെച്ചത്. പിന്നെ മൂപ്പിച്ച് കോരിയത് മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടോ. അങ്ങനെ കപ്പയും വേവിച്ച് മീനും വറുത്തു. വൈകിട്ട് രാവിലത്തെ ചോറും ഉണ്ട്. നമ്മൾ രാവിലത്തെ മീൻകറി ഒന്നുകൂടെ ഞാൻ ചൂടാക്കി എടുത്തു കേട്ടോ.
അങ്ങനെ ഇന്ന് വൈകിട്ടത്തെ അത്താഴം മീൻകറിയും കപ്പയും ചോറും മീൻ വറുത്തും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കഴിച്ചപ്പം കേട്ടോ. അപ്പം കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.